ഇന്ന് എനിക്കൊരു കാര്യം പറയാനുള്ളതേ. ഇന്നലെ നമ്മുടെ സിനിമാ നടൻ കലാഭവൻ നവാസ് മരണപ്പെട്ടു. അപ്പം എല്ലാവരും അറിയാം, എല്ലാവരും അറിഞ്ഞു കാണും ആ മരണപ്പെട്ട വിവരങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളോടാണ്. നമ്മുടെ ഈ ടി വി വാർത്താ ചാനൽ നടത്തുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്തിനാണ് നിങ്ങൾ ഇതിന് മാത്രമായിട്ട് അവരുടെ വീട്ടിലൊക്കെ പോയി വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അവരുടെ വീട്ടിലൊക്കെ പോയി നിങ്ങൾക്ക് ആ വീഡിയോ കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു വ്യക്തി അവിടെ മരിച്ചേക്കണമല്ലേ. നടനായിക്കോട്ടെ ആരെന്തായിക്കോട്ടെ, എന്തറിയപ്പെടുന്ന ആളായാലും നിങ്ങൾ കുറച്ച് റെസ്പെക്റ്റ് ഇല്ലേ? ഒരു മര്യാദ വേണ്ടേ? ഒരു മര്യാദ കാണിക്കണം, ഒരു മര്യാദ. ഒരു വ്യക്തി അവിടെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആദ്യം ആ ലോഡ്ജിൽ പോയി വീഡിയോ എടുത്തു, ലോഡ്ജിൽ പോയി വിവരങ്ങളൊക്കെ അറിഞ്ഞതല്ലേ നിങ്ങൾ. പിന്നെ അത് കൂടാണ്ട് ആ ഹോസ്പിറ്റലിൽ പോയി, കോട്ടയം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോയി, നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്തതല്ലേ. എല്ലാ വിവരങ്ങളും നിങ്ങൾ അറിഞ്ഞതല്ലേ. പിന്നെ എന്തിനാണ് നിങ്ങൾ ആ വ്യക്തിയുടെ വീട്ടിൽ പോയി നിങ്ങളൊരു വീഡിയോ ഒക്കെ കളക്ട് ചെയ്യേണ്ട ആവശ്യം എന്താ? അത് മാത്രമല്ല, അവരുടെയൊക്കെ മുറിയിലും ആ സ്ത്രീകളൊക്കെ കരയുന്നതൊക്കെ നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ എടുക്കുന്നത്? മുഖത്തോട് മുഖം സൂം ചെയ്തൊക്കെ എടുക്കുന്നത്. നിങ്ങൾക്കൊരു വാർത്തയായിരിക്കും, പക്ഷെ അവിടെ അവർക്ക് നഷ്ടപ്പെട്ടേക്കണ അവരുടെ കൂടപ്പിറപ്പ്, അവരുടെ ഭർത്താവ്, ആ പുള്ളിക്കാരൻ്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ സങ്കടപ്പെട്ട് തകർന്നു നിൽക്കണ ഒരു ഇതിലേക്ക് നിങ്ങൾ ക്യാമറയും പൊക്കിപ്പിടിച്ച് അവരുടെ കുടുംബത്തേക്ക് പോകേണ്ട മര്യാദയാണോ? നിങ്ങൾക്ക് ആവശ്യമുള്ള വാർത്തകളൊക്കെ കിട്ടിയതാണ്, പിന്നെ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് കൂടാണ്ട് എനിക്ക് നാട്ടുകാരോടും കുറച്ച് പറയാനുണ്ട്. ഒരു മര്യാദ എന്ന് വെച്ചാൽ മര്യാദ ഒട്ടുമില്ല. മര്യാദ വേണമെങ്കിൽ കുറേ MA-ക്കും BCom MBA-ക്കും പഠിച്ചിട്ട് കാര്യമില്ല. മര്യാദ എന്ന് വെച്ചാൽ അതറിയാം, നമ്മൾ സ്വയം മനസ്സിലാക്കണം മര്യാദ എന്താണെന്നുള്ളത്. അവിടെ മരണപ്പെട്ട ആ ആളെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ സഹപ്രവർത്തകർ, കൂടെ വർക്ക് ചെയ്യുന്നവരാണ് മറ്റുള്ള നടന്മാർ, അവരൊക്കെ കാണാൻ വരും. ആ വ്യക്തിയുടെ ബോഡി കാണാൻ വന്ന നടന്മാരെയൊക്കെ ജനങ്ങൾ എന്തിനാണ് സെൽഫി എടുക്കാനൊക്കെ നീങ്ങുന്നത്? അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു മര്യാദ ഉണ്ട്, എന്തോ ഒരു വിവരമുണ്ട് നിങ്ങൾക്ക്. ഇന്നലെ ജയസൂര്യ ആ സിനിമാ നടൻ ജയസൂര്യ അവിടെ വന്നിരുന്നു. ജയസൂര്യ വന്നു, അവിടെ ആ വ്യക്തിനെ കണ്ടു, ആ ബോഡി കണ്ടു, സങ്കടത്തോടെ മടങ്ങുന്ന സമയത്ത് ഒരു അയൽവാസിയാണെന്ന് ആരാന്നറിയില്ല, ഒരാൾ വന്നിട്ട് ക്യാമറ എടുത്തിട്ട് സെൽഫി പിടിക്കാൻ വന്നത്. ജയസൂര്യ അത് മുഖം കർശനമായിട്ട് ഭയങ്കര ദേഷ്യമായിരുന്നു ജയസൂര്യക്ക്. എന്നിട്ടും ജയസൂര്യ ഒന്നും മിണ്ടാണ്ട് അത് ഇറങ്ങിപ്പോയി. അതുപോലെ തന്നെ സിനിമാ നടൻ സായികുമാർ വന്നപ്പോഴും ഒരുത്തൻ സെൽഫി എടുക്കാൻ വേണ്ടി വന്നു. എന്തിനാണ്? നിങ്ങളൊരു വിവരമില്ലേ? നിങ്ങൾക്ക് ബോധമില്ലേ? നിങ്ങൾ ഏത് സ്ഥലത്താണ് വന്നേക്കണത്? നിങ്ങൾ എന്തിനാണ് വന്നേക്കണത്? എന്ത് കാര്യമാണ് അവിടെ നടക്കണം എന്നുള്ള ചിന്ത നിങ്ങൾക്കില്ലേ? അതാണ് എനിക്ക് പറയാനുള്ളത്. അത് മാധ്യമങ്ങളായാലും നാട്ടുകാരായാലും കുറച്ചൊക്കെ റെസ്പെക്റ്റ് കാണിക്കുക. ഒരു വ്യക്തിയോട് മരിച്ചേക്കണു, ആ മരണം നടന്ന വീട്ടിലേക്ക് കാണാൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. തെറ്റാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്, കഷ്ടമാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്, മോശമാണ്, വളരെയധികം മോശമാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ.